നമ്മുടെ ത്രിമൂർത്തി സങ്കല്പങ്ങൾ, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരാദികളിൽ സൃഷ്ടിമൂർത്തിയാണ് ബ്രഹ്മാവ്, സ്ഥിതിമൂർത്തിയാണ് വിഷ്ണു, സംഹാരമൂർത്തിയാണ് ഭഗവാൻ ശിവൻ. അതിൽ ബ്രഹ്മാവിൻ്റെ പത്നിയായി ചിത്രീകരിച്ചിരിക്കുന്നത് സാക്ഷാൽ സരസ്വതി ദേവിയെയാണ്. യഥാർത്ഥത്തിൽ ബ്രഹ്മാവാരാണ്? ബ്രഹ്മതത്വമാണ്, അതായത് സൃഷ്ടിതത്വമാണ്. ആ സൃഷ്ടിതത്വത്തെ അറിയുവാൻ നമുക്ക് വേണ്ടത് ആത്മവിദ്യ തന്നെയാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവിൻ്റെ പത്നിയായി സാക്ഷാൽ വിദ്യാദേവതയായ സരസ്വതീ ദേവിയെ ചിത്രീകരിച്ചത്. അതുപോലെ സ്ഥിതിമൂർത്തിയാണ് വിഷ്ണു. ഇവിടെ നമുക്ക് നിലനിൽക്കുവാൻ എന്തു വേണം? ധനം വേണം, ഐശ്വര്യം വേണം. അതുകൊണ്ടാണ് വിഷ്ണുവിൻ്റെ പത്നിയായി ഐശ്വര്യദേവതയായ സാക്ഷാൽ ലക്ഷ്മി ദേവിയെ തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ സംഹാരമൂർത്തിയാണ് ശിവൻ. ആ ശിവനോട് ചേർന്നിരിക്കുന്നത് ശക്തിരൂപിണിയായ പാർവതീദേവിയാണ്. ശിവശക്തി എന്നാണല്ലോ പറയുക. അപ്പോൾ ശക്തിയില്ലാതെ ശിവനില്ല, ശിവനില്ലാതെ ശക്തിയുമില്ല. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇതിനെ അറിയുവാൻ ഈ 3 മൂർത്തി രൂപങ്ങളോടൊപ്പം ഈ 3 ശക്തി രൂപങ്ങളെ കൂടി നമ്മുടെ പൂർവികർ ഇതിനോട് ചേർത്ത് വെച്ചു. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. എല്ലാവർക്കും നമസ്തേ.